ആ എനിക്ക് വർക്കൗട്ട് ചെയ്യാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പൊക്കോളും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ സ്ഥലം നൈസല്ലേ. നല്ല വെളിച്ചവും ശുദ്ധവായു ഒക്കെ ആയിട്ട് ഈ സ്ഥലം എനിക്ക് ഇഷ്ടമാട്ടോ. ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ നൈസാണ്. വർക്കൗട്ട് എന്ന് പറഞ്ഞാലും മെയിനായിട്ട് സ്ട്രെച്ചിങ് തന്നെ അവിടെ ചെയ്യണം ഞാൻ. പിന്നെ ലൈറ്റായിട്ട് മൂവ്മെൻറ്റും എയറോബിക് എക്സസൈസും ഒക്കെ ആയിട്ട്, അല്ലാണ്ട് കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സ്ട്രെച്ചിങ്ങിൻ്റെ കാണിക്കണം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ അത് തീർത്തു. എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ റേഞ്ച് ആയപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ കുറച്ചാൾ ചെയ്യും, പിന്നെ എന്തെങ്കിലും ഇഞ്ചുറിയാ പിന്നെ മടിയൊക്കെ കാരണം നിർത്തും, പിന്നെ വീണ്ടും വർക്കൗട്ട് ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് പോലും വളരെ കുറവായിരുന്നു ആ സമയത്ത്. പിന്നെ ഇപ്പോൾ ആ കാണിച്ച വീഡിയോയിലാണെങ്കിലും ഞാൻ ആ വർക്കൗട്ട് തുടങ്ങിയിട്ടും എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയായി. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെയാണ് അതിൽ അത്യാവശ്യം ഒരു ഫ്ലോയിൽ വന്നേക്കണത്. എന്നിട്ട് കുറേ നാൾ ബ്രേക്ക് എടുത്ത് ഒറ്റയടിക്ക് ഞാൻ തുടങ്ങി നല്ലത്. അപ്പോൾ കുറേ നാൾ ബ്രേക്ക് എടുത്തിട്ട് ഒറ്റയടിക്ക് തുടങ്ങി നല്ലത്. അപ്പോൾ അതാണ് ആ ഒരു ഫ്ലോയിൽ അത് വന്നേക്കണേ. രാവിലെ തന്നെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പോൾ സെറ്റ് ആയിരിക്കും, വലിയ പണി ഉണ്ടാവില്ല. കാരണം ഇത് വലിയ പണിയുള്ള കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ വർക്കൗട്ട് കഴിഞ്ഞു, മെയിൻ ടൈം എടുക്കണ കാര്യം കഴിഞ്ഞു, ഇനിയിപ്പോൾ ബാക്കി നമുക്ക് സിമ്പിളായി ചെയ്യാലോ ഉള്ള മൈൻഡ് സെറ്റിലായിരുന്നു. അപ്പോഴാണ് കുറച്ച് പണി കയറി വന്നത്. കുറച്ച് ആവശ്യങ്ങളൊക്കെ പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ പടത്തിന് പോയി, പിന്നെ ഫുള്ള് തിക്കുന്നരൊക്കെ ഓട്ടായി. ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് ഷൂട്ട് ചെയ്യാന്ന് ചോദിച്ചു. ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ആണെങ്കിൽ എൻ്റെ ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നേ, ആ ട്രൈപോഡ് കേടായി. പഴയ ട്രൈപോഡ് ആയിരുന്നു അത്, ആ ട്രൈപോഡ് കേടായി. പിന്നെ പുതിയത് വാങ്ങണം, അതാണെങ്കിൽ നട്ടുച്ച, പുറത്താണെങ്കിൽ നല്ല വെയിൽ, പുറത്ത് പോകണമെന്ന് വെച്ചാൽ മടിയൊക്കെ ആയിരുന്നു. പിന്നെ അവസാനം പുറത്ത് പോയി ട്രൈപോഡ് വാങ്ങിച്ചു. അതിൻ്റെ പിന്നെ ഷൂട്ടിങ് നമ്മളൊക്കെ ചെയ്തു. നല്ല മടിയുണ്ട്, കാരണം ഞാൻ വിചാരിച്ച് ഇത്ര പണി വരുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര കാലം മുന്നേ. വീഡിയോ എടുക്കൽ എഡിറ്റ് ചെയ്യലും അയ്യോ അത്യാവശ്യം പണിയുള്ള കാര്യമാട്ടാ. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കാര്യങ്ങൾ. കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് ട്രൈപോഡ് വാങ്ങിച്ചിട്ട് പിന്നെ രാത്രി രാത്രി ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ബാക്കി മെഡിറ്റേഷനും ജേർണലിങ്ങും ബുക്ക് വായനൊക്കെ രാത്രി ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി നമ്മൾ ബുക്ക് വായിക്കാൻ എടുത്തു. അപ്പോൾ ഇവിടെ വായിക്കുന്നത് അമർത്യ സെന്നിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്കാണ്. അമർത്യ സെന്നെ മിക്കവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് ജസ്റ്റ് പറയാം. ആൾ അത്യാവശ്യം വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റാണ്. ആൾക്ക് 1998 തോന്നുന്നുണ്ട് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആഹ് ആള് കുറേ ബുക്കുകളും സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്താണ് ഈ ബുക്ക് ഞാൻ ആദ്യമായിട്ടല്ല വായിക്കണേ. ഇതിന് മുമ്പ് കുറച്ച് വായിച്ചായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടിന്യൂറ്റിയുടെ നല്ല ഒരു ഇഷ്യൂസ് ഉണ്ട് എനിക്ക്. അപ്പോൾ കുറച്ച് വായിച്ചു, പിന്നെ ബ്രേക്കായി. ഇനിയിപ്പോൾ വീണ്ടും ഫസ്റ്റ് മുതലൊന്ന് വായിക്കണം. രാത്രി വായിക്കണോണ്ട് ഇടയ്ക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഇന്നലെ ഏകദേശം വായിച്ചു കേട്ടോ. ഏകദേശം ഒരു 30 മിനിറ്റ് അടുത്ത് ബുക്ക് വായിച്ചിട്ടാണ് പിന്നെ കിടന്നുറങ്ങിയത്. ബുക്ക് നൈസാണ്. നമുക്ക് ആ ഫ്ലോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോയിൽ വരാൻ കുറച്ച് പണിയുണ്ട്, എന്നാൽ പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ് ബുക്ക്. കുറച്ച് നാൾ വായിക്കാണ്ടിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ ബുക്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ ഷോർട്ട് എസ്സേസ് പോലെയായിട്ടാണ് പറഞ്ഞേക്കണം ഓരോ ടോപ്പിക്കിൽ. അപ്പോൾ ആ കണ്ടിന്യൂറ്റിയുടെ ഒരു ഇതുണ്ട്. അത് മാത്രം ഒരു ഡീമെറിറ്റ് എന്നല്ല, നമ്മൾ ഓരോ ഷോർട്ട് എസ്സേ ഓരോ ദിവസം വെച്ച് വായിക്കുകയാണെങ്കിൽ നൈസായിരിക്കും. പക്ഷെ ഒറ്റ ഇരിപ്പിന് അങ്ങനെ വായിച്ചു പോകാൻ പറ്റണ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ അപ്പോൾ വിചാരിച്ച പോലെ വർക്കൗട്ട് കഴിഞ്ഞു, ബുക്ക് വായനയും കഴിഞ്ഞു. അപ്പോൾ പിന്നെ ജേർണലിങ് ചെയ്യാന്ന് ചോദിച്ചു. ജേർണലിങ് ചെയ്യാൻ നോക്കിയപ്പോൾ ആണെങ്കിൽ അടുത്ത പണി ഡയറി കാണാനില്ല. നല്ലൊരു ഡയറി ഉണ്ടായിരുന്നു, പക്ഷെ ആ ഡയറി ഇപ്പം എൻ്റെ ഇല്ല. അത്
ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്തിൻ്റെ കാര്യം ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആ അപ്പോൾ അമ്മ പറഞ്ഞു നിർത്തിയത് ഡയറി തപ്പാൻ പോയി. ഡയറി തപ്പാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങണമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഒരു ഡയറി കിട്ടി, വലിയ കുഴപ്പമില്ല. പിന്നെ ഓൾറെഡി രാത്രിയായിരുന്നു, ഞാൻ നേരത്തെ വന്ന നല്ല മടിയുണ്ട്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ആ ഡയറി എടുത്തു. അതിന് ഡയറി എഴുതി, പക്ഷെ റെക്കോർഡായി മറന്നുപോയി. അതുകൊണ്ട് വീഡിയോ ഒന്നും കാണിക്കാനില്ല. ഡയറി എഴുതി, ഞാൻ ഡയറി എഴുതി കംപ്ലീറ്റ് ചെയ്തു. സത്യമാണ്, ഡയറി എഴുതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു മെഡിറ്റേറ്റ് ചെയ്യാം. എനിക്ക് പൊതുവെ ഇത്ര ലൈറ്റിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. കുറച്ചുകൂടി ഞാൻ പൊതുവെ ഇരുട്ടതാണ് മെഡിറ്റേറ്റ് ചെയ്യാറ്. അതാകുമ്പോൾ പിന്നെ മൈൻഡ് ഭയങ്കര പീസ്ഫുൾ ആകാറുണ്ട് പൊതുവെ. ഈ വട്ടം മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ മൈൻഡ് വേറെ ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫുൾ ടൈം ഇങ്ങനെ തോട്ട്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പറായി മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ മൈൻഡ് തോട്ട്സ് ഒന്നും ഇല്ലാണ്ട് ഫുള്ളായിട്ട് കാമായിരിക്കുന്നു. പണ്ടെപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടത് കുറച്ച് നേരമൊക്കെ. ഈ വട്ടം പക്ഷെ ഫുള്ള് ഇങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴൊക്കെ എന്തൊക്കെ ഇങ്ങനെ വന്ന് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ക്യാമറ വെച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു സംഭവം, ആ ഒരു ഇതും ഉണ്ട് ആ ടൈമിൽ. അത് കുഴപ്പമില്ല, മെഡിറ്റേറ്റ് ചെയ്തു. ഞാനൊരു ടൈം ലാപ്സ് കൊണ്ട് എടുത്തായിരുന്നു, പക്ഷെ അത് റെഡി ആയില്ല. അങ്ങനെ നമ്മുടെ ഡേ 1 കഴിഞ്ഞു. പറഞ്ഞ ആളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്ത, ഐ മീൻ നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോ അന്ന് തന്നെയായിരുന്നു ഡേ 1 ചെയ്തത്. കാരണം നാളത്തേക്ക് മാറ്റി വെക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റി വെക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. അന്ന് തന്നെ ചെയ്തു. വിചാരിച്ച പോലെ ടാസ്ക് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പണിയുണ്ട്. ഈ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും ഒക്കെ അത്യാവശ്യം പണിയുണ്ട്. ഞാൻ വിചാരിച്ചേക്കാൻ കുറച്ച് കൂടുതൽ പണിയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് യൂസ് ടു ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. ആദ്യം കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ആ ഒരു ലേണിംഗ് കർവ് ഉണ്ടല്ലോ, ഇഷ്ടമായിരിക്കും. പിന്നെ ജേണലിങ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു രാവിലെ ചെയ്യാം എന്നുള്ള രീതിയിൽ ആലോചിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ നടന്നില്ല, രാത്രിയാണ് ചെയ്തത്. പിന്നെ ബെറ്റർ ലേറ്റ് ദൻ നെവർ എന്നാണല്ലോ. സംഭവം ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആവണം ഇനി വരുന്ന ദിവസങ്ങളിൽ. നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. നേരത്തെ പോലെ നല്ല നല്ല മടിയുണ്ട് കാരണം ചെയ്യാനേക്കാളും കൂടുതൽ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല മടിയുണ്ട്. എനിക്ക് ഒന്നാമത് വലിയ ഐഡിയ ഇല്ല എഡിറ്റിങ്ങിനെ പറ്റിയിട്ട്. അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. നോക്കാം എന്താവും നോക്കാം. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ എങ്ങനെ ടേൺ ഔട്ട് ചെയ്യണം നോക്കാം. അപ്പം എന്തായാലും താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.